ജോണി യെസ് പപ്പ. ജോണിയെ കുറിച്ച് മാത്രത്തിനാ പാടുന്നത്, പപ്പയെ കുറിച്ച് പാടല്ലോ. പപ്പി യെസ് പപ്പ. എന്തെങ്കിലും കിട്ടിയോ? ഡോ പപ്പ. കള്ള പറഞ്ഞോ? ഡോ പപ്പ. വീണ്ടും പറ. കലക്കി. കലക്കി. എടാ, പെർമിഷൻ ഇല്ലാതെ എന്റെ ഫോട്ടോ എടുത്തത് വളരെ വലിയ തെറ്റാണ്. നിക്കവിടെ. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലടാ. ഒരു പ്രശ്നമില്ല. തമ്മിൽ കളിയും തമാശയൊക്കെ എപ്പോഴും നടക്കുന്നതല്ലേ. ഇന്ന് നീ ഭയങ്കര നല്ല മൂഡിലാണെന്നാ തോന്നുന്നത് പപ്പി. എന്താ കാര്യം? പിക്നിക്കിന് പോവാണ്, അതും മോട്ടോർ ബോട്ടില് അടിച്ച് പൊളിക്കാൻ പോവാണ്. മോട്ടോർ ബോട്ടോ. ടൂ മച്ച് പപ്പി, ടൂ മച്ച്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്റെ കൂടെ ധാരാളമായിട്ട് വരാവുന്നതാണ്. So sweet. Thank you, puppy. ചേടായി, ഇതിന് താങ്ക്സ് പറയാൻ എന്തിരിക്കുന്നു? നിങ്ങൾ വരികയാണെങ്കിൽ വളരെ രസകരമായിരിക്കാം. പോകാം. ചേടാ, മോട്ടോർ ബോട്ടിന്റെ ചാവി എവിടെ പോയി? ചാവി ഇവിടെ ഉണ്ട് പപ്പി. കാരണം മോട്ടോർ ബോട്ട് പിക്നിക്കിന് ഞങ്ങളാണ് പോകുന്നത്. അവന്മാർ രണ്ടുപേരും വരത്തില്ല അല്ലേ പപ്പി? എടാ, നിങ്ങളെ അല്ല പപ്പി, ഞങ്ങളെയാ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഗോപു, ഈ ചാവി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെയാണ്. എന്റെ മോട്ടോർ ബോട്ടില് ഒരുപാട് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്നതാണ്. അപ്പോ വളരെ രസകരമായിരിക്കും. അതെ, വരൂ പോകാം. ആ കാണുന്നതല്ലേ, അതൊരു ദ്വീപാണ്. അവിടെ ആരും ജീവിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആളുകളില്ലാത്ത ഐലൻഡോ? ആണോ? എങ്കിൽ പിന്നെ അവിടെ തീർച്ചയായിട്ടും ഭൂതം താമസിക്കുന്നുണ്ടാകും. ആ ഭൂതം ഗോപാലിന് വേണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒന്ന് നിർത്ത് പപ്പി, നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ കഴിക്കാൻ ആഹാരം പോലും ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. തിരിച്ചു പോകുന്നില്ല, മുന്നോട്ട് നോക്ക്. നമ്മൾ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. കലക്കി. കലക്കി ഗോപു, ഇത് കണ്ടോ? സീഷെൽസ് കണ്ടോ? ഓസം പപ്പി, താങ്ക് യു. പപ്പി, അങ്ങോട്ട് നോക്ക്. അതോ, നമ്മളെ പപ്പി പറ്റിച്ചല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ലക്കി? ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. അതുകൊണ്ടാ പപ്പി ഇന്ന് നമ്മുടെ അടുത്ത് സ്വീറ്റായി സംസാരിച്ചത് ഗോപു. അവൻ നമ്മളോട് പ്രതികാരം ചെയ്യാ, പകരം വീട്ടുക. ആളില്ലാത്ത ഈ ഭൂതമുള്ള ഐലൻഡിൽ നമ്മളെ തനിച്ചാക്കി പോയിരിക്കുക. ഒരു മിനിറ്റ്. വസൂലി ഭായിനോട് ഫോൺ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാം. എന്റെ ഫോണിലോട്ട് സിഗ്നലും കിട്ടുന്നില്ലല്ലോ. ഷടാ, ആളില്ലാത്ത സ്ഥലത്ത് സിഗ്നൽ മാത്രം എങ്ങനെ വരും? അപ്പൊ നമ്മുടെ കാര്യം പോക്ക. സ്കൂളിൽ നിന്നും മിസ്സിംഗ് സ്റ്റുഡൻസിന്റെ റിപ്പോർട്ട് പുറത്തെത്തും. ആർക്കും നമ്മളെ കണ്ടെത്താൻ പറ്റൂല. പിന്നെ പഠിത്തത്തിന്റെ പ്രഷർ കാരണം എല്ലാവരും നമ്മളെ അങ്ങ് മറന്നു പോവും. ഈ ഐലൻഡിൽ നമുക്ക് ആഹാരം, ടോയ്സ്, TV ഒന്നും കിട്ടൂല. ലക്കിക്ക് ലോലിപോപ്പും കിട്ടൂല. നമ്മളെല്ലാവരും ഇവിടെ പട്ടിണി കിടന്ന് ചത്തു പോടാ. എന്നിട്ട് കുറച്ചു നേരത്തേക്കൊക്കെ വിശന്ന് പട്ടിണി കടന്നോട്ടെ. എങ്കിലും ഈ തലതിരിഞ്ഞവന്മാര് നന്നാവുകയുള്ളൂ. ഇവിടെ ആരും അവരെ സഹായിക്കാനെത്തില്ല. അതേതായാലും കലക്കി. ആര് നമ്മളെ രക്ഷിക്കും? ആര് സ്വയം സഹായിക്കുന്നോ അവരെ ദൈവം പോലും രക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ രണ്ട് ഫിങ്സ് ഉള്ളതല്ലേ, അതുകൊണ്ട് നീന്തി പോയിക്കോളാം. നീന്തി തിരിച്ചു പോയേക്കാം.
തിരിച്ചു വന്നേക്ക്. വേഗം. അതെ ഞങ്ങൾ ശരിക്കും തിരിച്ചു പോവാ. ഈ ഭൂതമുള്ള ഐലൻഡില് ഞങ്ങൾ ഒരു മിനിറ്റ് പോലും നിൽക്കില്ല. തിരിച്ചു അങ്ങോട്ട് നോക്ക്. തിരിഞ്ഞ് നോക്ക്. ഷാർക്ക്. ഷാർക്കാണ് പിന്നില്. തിരിഞ്ഞ് നോക്ക്. പുറകിലോട്ട് ഒന്ന് തിരിഞ്ഞ് വേഗം നോക്ക്. തിരിഞ്ഞ് നോക്ക്. പുറകിലോട്ട് തിരിഞ്ഞ് നോക്ക്. നോക്കടാ. ഇല്ല ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല. ഞങ്ങൾ മുന്നോട്ട്. തിരിച്ചു പോവാൻ ലക്ഷ്മൺ, വേഗം പോ. ഷാർക്ക്. ഷാർക്ക്. രക്ഷിക്കണേ. ജസ്റ്റ് മിസ്സിൽ നിങ്ങൾ എസ്കേപ്പ് ആയടാ. നമ്മൾ ശരിക്കും ഈ ഐലൻഡിൽ കുടുങ്ങിയിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റൂല. ഒന്നും മിണ്ടാതിരിക്കട്ടെ ലക്ഷ്മൺ. വെള്ളം. വെള്ളം. എന്തൊരു ഉപ്പായി വെള്ളത്തിന്. ഓബ്വിയസ്ലി ഇത് സീ വാട്ടർ അല്ലടാ. പിന്നെ സീല് ഒരുപാട് ഫിഷ്, ഷാർക്ക്, ടേർട്ടിൽസും ഉണ്ടാവും. അവരുടെ വീട്ടിൽ പ്രത്യേകിച്ച് ബാത്റൂം ഒന്നും ഉണ്ടാവില്ലല്ലോ. അതെല്ലാം അവര് സീ വാട്ടർ തന്നെയാ ചെയ്യുന്നത്. ഉപ്പുവെള്ളം. ശരി വാ ലക്ഷ്മൺ, നമുക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാം. പക്ഷെ എങ്ങനെയാ ഗോപു? ഹൗ, ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഉപ്പുവെള്ളം മാത്രമല്ലേ ഉള്ളൂ. വാ, അത് നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാം. ഞാനും വെള്ളം തേടി കണ്ടുപിടിക്കും. ഗോപുവിന് മുമ്പ് ഞാനത് കണ്ടെത്തും. ഗോപു, എത്ര നേരം കൊണ്ടാടാ നമ്മൾ നടക്കുന്നത്? ഈ ഐലൻഡിൽ കുടിക്കാനുള്ള ശുദ്ധ വെള്ളം കിട്ടൂലെന്ന് തോന്നടാ. ലക്കി, ബ്രില്യന്റ്. കരിക്ക് വെള്ളം കുടിക്കണം നമുക്ക്. സ്വീറ്റ് ആയ കരിക്കിൻ വെള്ളം. നമുക്ക് കുടിക്കാം. പക്ഷെ എങ്ങനെ പറിക്കും ഗോപു? ഹൗ, ആ കോക്കനട്ട്സ് അത്ര ഉയരത്തിലാണല്ലോ ഉള്ളത്. അത് സിമ്പിൾ അല്ലേ? നമുക്ക് തെങ്ങിൽ പടപടാന്നങ്ങ് കേറി പോവാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ആദ്യം ദേ ഈ കൈ രണ്ടും ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടേ, എന്നിട്ട് കാലൊന്ന് ഇങ്ങനെ മേലോട്ട് പുഷ് ചെയ്യണം. മെല്ലെ അടുത്ത കൈ ഇങ്ങനെ വെച്ചിട്ട് കാല് പുഷ് ചെയ്യണം. ദേ ഇങ്ങനെ. ഞങ്ങള് മരത്തിന്റെ മണ്ടയ്ക്കത്തൊന്നും കേറില്ല. കാരണം ഞങ്ങള് സ്മാർട്ടാണ്. ഞങ്ങള് മരത്തെ താഴേക്ക് കൊണ്ടുവരും. നല്ലോണം വലിച്ചു പിടിക്കുക. ഇവന്മാർ 5 പേര് ഒരിക്കലും നന്നാവില്ല. ചേടാ, വെള്ളം മൊത്തം തീർന്നു പോയല്ലോ. ദാഹം കാരണം എന്റെ തൊണ്ടയാകെ മൊത്തം വരണ്ടിരിക്കുകയാണല്ലോ. ഒരൽപ്പം കരിക്ക് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇനി ഇപ്പൊ എന്താ ചെയ്യാം? കരിക്കിൻ വെള്ളം, വെള്ളം വേണം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞതല്ലേ. എല്ലാം നിന്റെ തെറ്റാ. എടാ ഗോപു, എല്ലാം നിന്റെ തെറ്റാണ്. നീയാ പപ്പി എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടേച്ചു പോയത്.
വെള്ളം വെള്ളം ദൈവമേ വെള്ളം 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 കരിക്കൻ വെള്ളം ഒരൽപ്പം ആദ്യം സോറി പറ. സോറി 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 ഇപ്പോഴെങ്കിലും എനിക്കൊരൽപ്പം കരിക്കൻ വെള്ളം തരൂ. ആദ്യം ഒരു കാര്യം പറ, ഞങ്ങൾ എവിടുന്ന് തിരിച്ചു കൊണ്ടുപോകൂ ഇല്ലയോ? അതെ അതെ തീർച്ചയായിട്ടും കൊണ്ടുപോകാം. ബാബാ വെള്ളം കുടിച്ച് കഴിഞ്ഞോ? നിങ്ങളെ ഞാൻ ഇവിടെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നില്ല. എടാ നിക്കടാ, അവിടെ നിക്കടാ, ഞാനും വരുന്നുണ്ടടാ. എന്നെ വിട്ടു പോകലടാ. എടാ ഞാനും വരുന്നടാ. അവിടെ നിക്കടാ. എടാ പപ്പി, നിനക്ക് പറ്റിയ സ്ഥലം അത് തന്നെയാടാ. നിനക്ക് ഞങ്ങളുടെ കൂടെ വരണോ? ഇതാ പിടിച്ചോ. ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടു. ആളില്ലാത്ത ഐലൻഡിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, ചേടാ ഇതെന്താണ്?